ഇപ്പോൾ എത്തിയ ഈ സ്ഥലത്തിന്റെ പേര് അറഫ. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടുപേരും കാണാണ്ടായി 350 വർഷത്തിന് ശേഷം രണ്ടുപേരും കണ്ടത് അറിഞ്ഞത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു കുടുംബത്തെയുമായി ബാബിലോണിയൻ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമുള്ള ഇറാഖിൽ നിന്ന് ജോർഡാൻ, അമ്മാൻ, ഫലസ്തീൻ മുഖേന വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോരുകയാണ്. അപ്പോ എന്റെ വയസ്സിന്റെ അവസാന കാലത്ത് കിട്ടിയ ഇസ്മായിൽ അലൈഹിസ്സലാം കുഞ്ഞു ബാലനാണ്. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ നടന്നിങ്ങനെ കുട്ടിനെ നടക്കുമ്പോൾ തളരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊട്ടെടുത്തു. ആ കൊട്ടയിലെ ഹാജറ ബീവിനെ ഇരുത്തും, കുട്ടിനെ മടിയിൽ എന്നിട്ട് തലയിൽ ഇങ്ങനെ ഏറ്റിട്ട് 5000 കിലോമീറ്റർ യാത്ര ചെയ്ത മഹാനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. അങ്ങനെ കഅബത്തിന്റെ പരിശുദ്ധമായ മക്കയിലെ കഅബമാക്കി നിർത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പ വന്ന് കുടിച്ചു. ആ കുടുംബം സന്തോഷമായിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാം വളർന്നു ഏകദേശം 13 വയസ്സായി. അള്ളാഹുവിന്റെ അടുത്ത തീരുമാനം വരെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകൾ കടന്നുപോയ പ്രവാചകനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഒരു കാലത്ത് ചെറുപ്രായത്തിൽ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുഭവിച്ച ത്യാഗം കഴിച്ച നമ്രൂദിന്റെ തീക്കുണ്ടാരായി. നമ്രൂദ് രാജാവ് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിമിന് രക്ഷ കൊടുക്കണം. അങ്ങനെ തീ തണുപ്പായി, ആളിക്കത്തുന്ന തീ തണുപ്പായി മാറി. അവിടെ അല്ലാഹു രക്ഷിച്ചു. പിന്നെ ഒരുപാട് പരീക്ഷണം. ഭാര്യ സാറ ബീവിയെ ഒരു രാജാവ് കട്ടുകൊണ്ടുപോയി ദ്രോഹിച്ചതായ സംഭവം. അങ്ങനെ ഒക്കെ സഹിച്ച് ഹാജറ ബീവിയുമായി മക്കത്തെത്തിയപ്പോ കുഞ്ഞു ഇസ്മായിൽ വളർന്ന് 13 വയസ്സായപ്പോൾ ആ കുഞ്ഞിനെ ബലി അറുക്കാനുള്ള ബാപ്പ വിളിച്ചിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഇവിടെ ഇരുത്തിയിട്ട് ബാപ്പ പറഞ്ഞു, മോനെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു. മോനെ ഇസ്മായിൽ, നിന്നെ അറുക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫൻദുർ മാദാ തറാ. മോനെ നിന്റെ അഭിപ്രായം മകൻ ബാപ്പി തിരിച്ചറിഞ്ഞ ദിവസമാണ് യൗമു അറഫ. ദുൽഹജ്ജ് 9 എന്ത് അപ്പോ ആ സ്ഥലത്ത് അങ്ങനെയാണ് അറഫുണ്ടായത്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം കയറിയ സ്ഥലമാണ്. ജനനിബിഡമായിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ആളുകള് ഉമ്രത്തൊക്കെ വന്ന് ഒരു തടസ്സമില്ല. കഴിഞ്ഞ മാസം ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടായി. മലന്റെ കഴിഞ്ഞ മാസം അതുവരെ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള ആളുകൾക്കൊക്കെ അവിടെ കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ജബലുർ റഹ്മ എന്ന് പറയുന്ന ചെറിയൊരു കുന്നാണ്. അങ്ങോട്ട് പോകാൻ നല്ല സ്റ്റെപ്പുണ്ട്. ഏതാളും ചെയ്യാത്ത ആളുകൾക്ക് അതിന് മുകളിൽ കയറാം. പക്ഷെ അതിന് മുകളിൽ കയറി പോകാനാണ് അതിന്റെ മുകളിൽ കയറിയില്ലെങ്കിൽ മതി. അവിടെ പ്രത്യേക പുണ്യൊന്നും ആ മലമല്ല. പക്ഷെ ആ മലയുടെ ചരിത്രം എന്താണ്? ജബലുർ റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യമല. ആ മല മുകളിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ വേണ്ടി ആദം നബി ഹവ്വാ ബീവി പരസ്പരം കണ്ടുമുട്ടിയതിനു ശേഷം ആ മലന്റെ മുകളിൽ കയറി. ആ 10 ലക്ഷത്തോളം വരുന്ന അനുയായികളെയുമായി ആ കൂട്ടത്തിൽ സയ്യിദത്തുനാ ബീവി ആയിഷ, അവിടുത്തെ സഹോദരൻ അബ്ദുറഹ്മാൻ, ലക്ഷക്കണക്കായ സഹാബാക്കൾ റസൂലുള്ള ആ കല്ലിന്റെ മുകളിലാണ്. നോക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിന്റെ മുകളിൽ ഞങ്ങളുടെ അറഫ പ്രസംഗത്തിന് എന്താ പറഞ്ഞത്? ലോകത്ത് അത്ര നല്ലൊരു പ്രസംഗം നടത്തിയ ആളുകൾ, ലോകത്തെ ഏറ്റവും വലിയ സമാധാനം. ഇപ്പൊ ലോകം മനുഷ്യൻ കുത്തിമുറിക്കുകയാണ്, പരസ്പരം കൊല്ലുകയാണ്, കലാപമാണ്, അക്രമമാണ്. എല്ലാവരും അവിടെ കണ്ടുകൂടായുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലത്തിന് ഏറ്റവും ഉതകുന്ന ഏറ്റവും അനുയോജ്യമായ മെസ്സേജാണ്
1400 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി ഹിജ്റ 10-ാം വർഷം ലക്ഷക്കണക്കായ സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജബലുർ റഹ്മയുടെ താഴ്വാരത്തുള്ള പാറപ്പുറത്ത് വെച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സാധാരണ സയ്യിദുനാ റസൂലുള്ളാഹി ആ പ്രസംഗം കേട്ടിട്ട് കണ്ണുകളിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് ഒലിക്കുകയാണ്. സഹാബത്തിന്റെ കണ്ണുനീർ അത് ധാരധാരയായി സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ പ്രസംഗം കേട്ടപ്പോൾ ചിലർക്കൊക്കെ തോന്നി റസൂലുള്ളാഹിന്റെ അവസാനത്തെ പ്രസംഗം, റസൂലുള്ളാഹിന്റെ അവസാനത്തെ പ്രസംഗം. അവിടെ നിന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, അലാ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാം ബൈനക്കും മിൻ ബിഹുർമത്തി ഹാദൽ യൗം ബിഹുർമി ശഹരിക്കും ഹാദാ വഫി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ. ഈ നാട്, ഈ ദിവസം, ഈ മാസം സാക്ഷി. ഓ പ്രിയപ്പെട്ട അനുചരങ്ങളെ, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം ഹറാം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ധനം അന്യായമായി അപഹരിക്കാൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അന്യായമായി ആക്രമിക്കാൻ, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ എന്താണ്? പരസ്പരം പവിത്രമായ സംഗതിയാണ്. മറ്റൊരാളുടെ അഭിമാനത്തിൽ നമ്മൾ കൈകടത്താൻ, ഒരാണ് ഒരു പെണ്ണിന്റെ അഭിമാനത്തിന്, പെണ്ണുങ്ങളെ പണി എന്താ? ആണുങ്ങളെ കുറിച്ച് അപവാദം ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പരസ്പരം. നാട്ടിൽ മുഴുവനുള്ള പ്രശ്നം എന്താണ്? അപവാദ കേസ്. ഇന്നാളാണ്, ഇന്നാളിങ്ങനെ നോക്കി, ഇന്നയാൾ അങ്ങനെ പറഞ്ഞു, അപവാദ കേസ്. അതിന് പൈസ ഉണ്ടാക്കുന്നതാണ് ബ്ലാക്ക് മെയിൽ. എന്തൊക്കെ നടക്കുന്നുണ്ട്? പെണ്ണുങ്ങൾ ഇങ്ങനെ എന്തൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിലെ ഇതൊക്കെ പരിപാടി. 1400 വർഷങ്ങൾക്ക് റസൂൽ പറഞ്ഞ അവസാന കാലാവധി ഇങ്ങനെ തമ്മിലടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദം കുറ്റപ്പെടുത്തലും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അലാ ഇന്ന അറാദക്കും, നിങ്ങളുടെ അഭിമാനം ഹറാമുൻ ബൈനക്കും ബിഹുർമത്തി ഹാദൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ പവിത്രത നോക്കുമ്പോ നിങ്ങൾ പരസ്പരം അഭിമാനത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് സയ്യിദുൽ വറാ റസൂലുള്ളാഹി. പത്രം വായിക്കണമെന്ന മറ്റൊരാളെ കുറ്റം പറയാനാവരുത്. ഒരു വീഡിയോ കണ്ടിട്ട് സർവ്വസ്താദുമാരെ, എന്തോ ഒരു വീഡിയോ ആണ് കാണുമ്പോൾ ലോകത്തുള്ള സർവ്വസ്താദുമാരും കുറ്റക്കാരാണ് തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ആൾക്കാർക്ക്, അല്ലേ? ഈപത്തിന്റെയും നമീമത്തിന്റെയും ഫിത്നയുടെയും കാലം. ഒരു വീഡിയോ ആയിട്ട് ഇറക്കിവിടും, എന്തെങ്കിലും ചെയ്തുവിടും. അത് കാണുമ്പോൾ ഉസ്താദിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആലിമിനെ കുറിച്ചോ ഒരു സയ്യിദിനെ കുറിച്ചോ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാനുള്ള സുഖമാണ്. അതിന് യൂട്യൂബ് വരുമാനം വാങ്ങാൻ അല്ലേ? സുഖമാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കുക, ഓലിങ്ങനെയാണ്. അത് ഏറ്റവും വലിയ തെറ്റാണ്. വാപ്പ എന്നെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞോ, അട്ടഹസിച്ചോ, പാപ്പന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് മോഷ്ടിച്ച് സ്ഥലം കിട്ടോ? ആരെങ്കിലും വാപ്പാരങ്ങനെ പറയോ? മക്കളോട് പറഞ്ഞാൽ മക്കളെ കിട്ടുമോ? മക്കൾ വേഗം സ്ഥലപ്പെടൂലേ? ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മറുപടി നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ള മറുപടി. പ്രായത്തോടൊന്നും ആയിട്ടില്ല, 14 വയസ്സ്. അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് ആ നടപ്പിലാക്കലാണ്. ബഹുമാനപ്പെട്ട ഇസ്രായേൽ നബി അലൈഹിസ്സലാം മകനോട് പറയുന്നത്, ഒരു ദുൽഹജ്ജ് 8-ന്റെ രാത്രിയാണ് സ്വപ്നം. ദുൽഹജ്ജ് 8-ന്റെ ദിവസം നമ്മൾ നോക്കാറില്ല. കാരണം തലേന്ന് നിശ്ചയം 9-ന് നോമ്പ്, തലേന്നും മഹാന്മാരായ അങ്ങനെ നോക്കൽ. എന്നാൽ അതിപ്രധാനമായ നോമ്പ് ഏതാണ്? 9-ന്റെ നോമ്പിനാണെന്ന് പറയാ. ഈ അറഫ ഉണ്ടായത് അപ്പൊ പറഞ്ഞു വരുന്നത്, അറഫ ഉണ്ടായത് എങ്ങനെയാണ്? വാപ്പം കാലേന്ന് സ്വപ്നം കാണുന്ന നേരം വെളുത്ത്